രാജ്കുമാർ ഭാസ്കരൻ നായർ സംവിധാനം ചെയ്ത തമിഴിലെ സുലം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് രാധികയുടെ നായകനായാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് രജനീകാന്ത് നിരവധി ശ്രദ്ധേയമായ ആൾക്കാരുടെ കൂടെ മൂപ്പര് അഭിനയിക്കുകയുണ്ടായി. അതിനുശേഷമാണ് രാജകുമാർ എന്ന് പറഞ്ഞ സുന്ദരൻ സിനിമയിലേക്ക് കാലെടുത്ത് കുത്തിയിരിക്കുന്നത്. 1981 മമ്മൂട്ടി അഭിനയിച്ച തൃഷ്ണ എക്കാലത്തെയും വലിയ ഹിറ്റാണ്. ആ പടത്തിലാണ് രാജകുമാർ ആദ്യമായി ശക്തമായൊരു കഥാപാത്രമായിട്ട് പേരുറപ്പിക്കുന്നത്. പിന്നെ ആരും അറിയാത്തൊരു രഹസ്യമുണ്ട്. തമിഴിലെ നടി ശ്രീപ്രിയ, അതാണ് അവരെ രാജകുമാർ വിവാഹം കഴിച്ചത്. ഒരു പ്രേമവിവാഹമായിരുന്നു. ആ വിവാഹത്തിന് ശേഷം അവർ ഒരു ഭയങ്കര മാതൃകാ ദമ്പതികളാണ്. രണ്ടുപേരും സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ട് പിന്നെ രാജകുമാരനെ നമ്മളെ കൂടെ ആർക്കും കാണുന്നില്ല, എവിടെയും ഇല്ല. രാജകുമാർ മലയാളത്തിലും ഇല്ല, തമിഴിലും ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ദൃശ്യം സിനിമയുടെ വൻ വിജയം ഉണ്ടായിരുന്ന സിനിമ, അത് തെലുങ്കിലേക്ക് എടുത്തതും കമലഹാസനെ വെച്ച് പാപനാശം എടുത്തതും ഇവരെ കമ്പനിയാണ്. വലിയൊരു കോടീശ്വരനായിട്ടാണ് പിന്നെ നമ്മുടെ രാജകുമാരനെ കാണുന്നത്. അതുപോലെ തന്നെ മദ്രാസിലൊരു സംഘടനയുണ്ട്, നമ്മുടെ മദ്രാസ് 80 എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൻ്റെ അമരത്തിരിക്കുന്നത് ഇവർ രണ്ടുപേരാണ്. അവരെ വീട്ടിൽ പല ദിവസങ്ങളിലും എല്ലാ നടന്മാരും വന്ന് വളരെ അവിടെ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഒരുപാട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു നടനാണ് രാജകുമാർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ നമ്മുടെ യൂത്ത് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു രാജകുമാറിനെ. രാജകുമാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുഖമാണ്. ഒരുപാട് കോമഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എവർഗ്രീൻ പാട്ടുകൾ ഒരുപാട് പാടാനായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം രാജകുമാറിന് കിട്ടിയിട്ടുണ്ട്. മേനകയുടെ കൂടെയൊക്കെ കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മേനകയുടെ കൂടെ തന്നെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് മലയാളികൾക്ക് ഒരു പിടുത്തം കിട്ടാണ്ടിരിക്കുകയായിരുന്നു രാജകുമാർ എവിടെ പോയി എന്നുള്ളത്. രാജകുമാറിൻ്റെ കുടുംബത്തിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, നമുക്കെല്ലാവർക്കും അറിയണ നടിയാണ് ശ്രീപ്രിയനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതോട് കൂടിയിട്ടാണ് അവരൊരു ബ്രേക്ക് എടുത്തത്. പിന്നെ ബിസിനസ് പരമായിട്ട് അവർ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ തിരക്കിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള നല്ല ഹിറ്റാവുന്ന പടങ്ങളൊക്കെ മൂപ്പര് തമിഴിലേക്ക് റീമേക്ക് ചെയ്തു, മൊഴിമാറ്റം ചെയ്തൊക്കെ അവർ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ തെലുങ്കിലും തമിഴിലും ഉണ്ടാക്കിയെന്നുള്ളതാണ്. പണ്ടത്തെ സൗന്ദര്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല കേട്ടോ രാജകുമാറിന്. ഇപ്പോഴും കാണാൻ നല്ല സുന്ദര, സ്വല്പം ഉയരം കുറവുണ്ടെന്ന് മാത്രം. അന്ന് രാജകുമാർ, അതുപോലെ തന്നെ ശങ്കർ, മേനക, ഇവരൊക്കെ ഒരു ഭയങ്കര ഒരു ടീമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാജകുമാറിൻ്റെ അഭിനയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാജകുമാർ വരുമ്പോൾ തന്നെ നല്ലൊരു ധനികൻ്റെ മകനാണ് രാജകുമാർ. അതുകൊണ്ട് വരുമ്പോൾ തന്നെ അതിനുള്ളൊരു ചൊറുചുറുക്കും അഭിനയത്തിൻ്റെ ഒരു വലിയൊരു അഭിനയ സാധ്യതയുള്ള വലിയ കഥാപാത്രങ്ങളൊന്നും അഭിനയിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കില്ല. മൂപ്പര് ഗ്ലാമറിനനുസരിച്ച് ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ മൂപ്പര് അവിടെ കസറും. നമ്മൾ പറയണ പോലെ വലിയൊരു നടനമൊന്നല്ല മൂപ്പര്. എന്നിരുന്നാലും അന്നത്തെ കാലത്തെ ഒരു സൗന്ദര്യത്തിൻ്റെ സ്ത്രീകൾക്ക് രാജകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമാണ്, ഒരു പ്രത്യേക പ്രേമമാണ് അവർ രാജകുമാറിനോട്. അതൊരു ഭാഗ്യമല്ലേ. പിന്നെ ഇവിടുന്ന് പോയി പിന്നെ മലയാളത്തിലേക്ക് ഇനി വരില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇപ്പോൾ പ്രായമായിട്ട് പോലും മൂപ്പര് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ജനറേഷനിലുള്ളവർക്കൊക്കെ രാജകുമാറിനെ കുറിച്ച് നന്നായി അറിയാം. ഇപ്രാവശ്യത്തെ പഴയ പടങ്ങൾ ഇതുപോലെ തന്നെ യൂട്യൂബിലും അവിടെയൊക്കെ വരുന്ന പടങ്ങളെടുത്ത് കണ്ടാലും രാജകുമാർ ആരായിരുന്നു, രാജകുമാർ ചെയ്ത കഥാപാത്രങ്ങളുടെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, എത്ര സുന്ദരനാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് രാജകുമാറിൻ്റെ കഥ കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.